ബ്രഹ്മമേ. ഓംകാരനാഥ ബ്രഹ്മമേ, ആത്മാവിൽ ഓംകാരനാഥ ബ്രഹ്മമേ. ഓംകാരനാഥ ബ്രഹ്മമേ. അഹങ്കാരമാകും മായ തന്നോട് ചേർന്നു നിന്നു. അഹങ്കാരമാകും മായ തന്നോട് ചേർന്നു നിന്നു. ഓംകാരമായ ശക്തി കർമ്മം തുടർന്നു വന്നു. ഓംകാരമായ ശക്തി കർമ്മം തുടർന്നു വന്നു. ഓംകാരനാഥ ബ്രഹ്മമേ, ആത്മാവിൽ ഓംകാരനാഥ ബ്രഹ്മമേ. തരുന്ന ശുഭാനന്ദ ഗുരുവേ, ശക്തിയും ജ്ഞാനവും ആനന്ദവുമായി ഈ പ്രപഞ്ച പ്രകൃതിയാകെ നിറഞ്ഞു നിൽക്കുന്ന, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായി നിൽക്കുന്ന ആ മഹനീയ ശക്തി രൂപത്തെ ഒരു അവതാര രൂപമായി കാണുവാൻ പരമഭാഗ്യം ലഭിച്ച ലോമന മിത്രങ്ങളെ, നിങ്ങൾ അനുഷ്ഠിച്ച ഉന്നതമായ സർവജ്ഞാനോത്സവം അത് ആഘോഷമായി ആനന്ദമായി ഹൃദയങ്ങൾ അനുഭവിച്ച് വീണ്ടും സമാധി ദിനാചരണം ഭക്തി നിർഭരമായി നടത്തി അത് കഴിഞ്ഞ് നമ്മൾ താരാസ്തിയിൽ കൂടി ആനന്ദിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ആനന്ദകരമായ അതിൻ്റെ സമാപനവും കഴിഞ്ഞ് ഭവനങ്ങളിൽ പോയിട്ട് വീണ്ടും ഇങ്ങനെ ഒത്തുചേർന്ന് കാണുവാൻ ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. എപ്പോഴും ആനന്ദചിത്തരായി ആത്മലോകം ലോകത്തിൽ ജീവിക്കുവാൻ തക്ക വിധത്തിലാണ് ഈ ആദർശത്തിന്റെ നിയമങ്ങളെ ഈശ്വരൻ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സർവജ്ഞാനോത്സവം സമർപ്പിച്ചു കഴിഞ്ഞു, ഒന്ന് സമാധാനിക്കാം എന്ന് ഒരിക്കലും ഒരു ഭക്തന്മാർ വിചാരിക്കില്ല. പരമഭക്തന്മാരായ, അവിടെ ഭക്തൻ എന്ന് പറയുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ആത്മാവുള്ളവരെല്ലാം ഭക്തന്മാരാണ്, അറിവുള്ളവരെല്ലാം ഭക്തന്മാരാണ്. അങ്ങനെയുള്ളവരാരും തീരുമാനിക്കില്ല എനിക്ക് കുറച്ച് ദിവസം ഒരു വിശ്രമമാണ് എന്ന് തീരുമാനിക്കൂ ഇല്ല. കാരണം എന്താ? കർമ്മം ചെയ്യുവാനാണ് ഈ ലോകത്തിലേക്ക് നമ്മെ നിയോഗിച്ചത്. നിരന്തരമായ സൽക്കർമ്മങ്ങളിലൂടെ എൻ്റെ ആത്മാവിലേക്ക് ഞാൻ ആർജിച്ചെടുക്കേണ്ടുന്ന തത്വങ്ങളെ എൻ്റെ ഗുരുനാഥൻ അറിയിക്കുന്ന അറിവിൽ കൂടി നിരന്തരമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വീകരിച്ച് തത്വരൂപമായി ഉയരേണ്ടത് എൻ്റെ ധർമ്മമാണെന്നുള്ള ബോധം ഓരോ ഭക്തന്മാരിലും ഉണ്ടാകും. അവരിലാണ് കർമ്മോത്സുകമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും വിമുഖതയില്ല, അവർക്ക് മടിയില്ല.
എപ്പോഴും ജാഗരൂകരായിരുന്നുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നന്മയായി തീരുകയില്ല പലപ്പോഴും. അതിന് പ്രത്യേക ഒരു വൈഭവം വേണം. ആ വൈഭവത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തുകൊണ്ടേയിരിക്കണം. ഭൗതികവും ആത്മീയവുമായ കർമ്മങ്ങൾ നിരന്തരമായി അങ്ങനെ ചെയ്ത് നിരന്തരമായ കർമ്മഫലം ഒരു ആത്മാവിൽ എത്തുമ്പോഴാണ് നന്മ ഏത് തിന്മ ഏത് എന്നുള്ള തിരിച്ചറിവ് പോലും എത്തുന്നത്. അതുവരെ ഒരാൾ പറഞ്ഞു തരികയാണ് കുഞ്ഞത് തിന്മയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തോന്നുകയില്ല തിന്മയാണെന്ന്. നമ്മൾ അറിഞ്ഞും അറിയാതെ അത് ചെയ്തുകൊണ്ടിരിക്കും. ആ നന്മ തിന്മ എന്ന വേർതിരിവ് ഒരു ആത്മാവിൽ സംഭവിക്കണമെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ഒരു അറിവ് വേണം. അങ്ങനെ അറിവ് ഗ്രഹിച്ചവരെയാണ് മനുഷ്യൻ എന്ന് പ്രഖ്യാപിക്കുന്നത്. അതുവരെ മനുഷ്യനല്ല. അപ്പോൾ ഒരാള് മനുഷ്യനായി തീരണമെങ്കിൽ എത്രയോ കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലത്തെ സ്വാധീനമാക്കണമെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നിരന്തരം നമുക്ക് കർമ്മം ചെയ്തെങ്കിലേ പറ്റൂ. ആ നിരന്തരമായ കർമ്മങ്ങൾ ഈശ്വരൻ വ്യവസ്ഥപ്പെടുത്തി ആത്മബോധോദയ സംഘത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. നമുക്ക് വിശ്രമമില്ല. എന്തുകൊണ്ട്? കാലങ്ങൾ പോയി സമയമിനിയില്ല, നല്ലതു കർമ്മിക്കണം. കാലങ്ങൾ പോയി സമയമിനിയില്ല, നല്ലതു കർമ്മിക്കണം. കാലങ്ങൾ പോയി സമയമിനിയില്ല, നല്ലതു കർമ്മിക്കണം. ഉയർത്തപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ നേരമില്ല. അപ്പോൾ സർവജ്ഞാനോത്സവം കഴിഞ്ഞു, ഉടനെ സമാധാനം വന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ആചാര്യസ്തുതി നടത്തി. അത് കഴിഞ്ഞപ്പോൾ താരാസ്തുതി നടത്തി. അത് കഴിഞ്ഞ് ഇന്നലെ പുതിയൊരു നൂറ്റാണ്ട് തുടക്കം കുറിക്കുകയായിരുന്നു. 1200-ാം ആണ്ട് പുതിയ ഒരു നൂറ്റാണ്ട് പിറവികൊണ്ടു. ആ പുതുവർഷ പുലരി ദിനത്തിൽ നമുക്ക് വളരെയേറെ കാലത്തെ ആഗ്രഹമായിരുന്നു എറണാകുളത്തെ ഒരു സ്ഥാപനം. ഇപ്പോൾ താൽക്കാലികമായെങ്കിലും നമുക്ക് സ്ഥാപിച്ച് കിട്ടിയിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടു കൂടിയാണ് നമ്മൾ സർവജ്ഞാനോത്സവത്തിന്റെ ശാഖാതലത്തിലുള്ള കർമ്മങ്ങൾ ആരംഭിച്ചത്. അതിന്റെ 1ാമത്തെ വാർഷികം ഇന്നലെയായിരുന്നു. 17-ാം തീയതി ചിങ്ങം 1 എന്ന് വന്നപ്പോൾ അതും ഒരു അനുഗ്രഹമായി ഉന്നതമായ നിലയിൽ ആ കർമ്മങ്ങളെല്ലാം നടത്തപ്പെട്ടു. അത് അതിവിശിഷ്ടമായ അവസ്ഥയിൽ അതെല്ലാം രൂപപ്പെടുത്തി നടത്തുവാൻ ജഗദീശ്വരൻ അനുവദിച്ചു. നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. അതിനുവേണ്ടി പ്രവർത്തിച്ചവരെയും പ്രവർത്തിപ്പിച്ചവരെയും എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുവാനാകട്ടെ. ഇങ്ങനെ തുടർച്ചയായി നടക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ നിയമമനുസരിച്ച് ആശ്രയിക്കുക, അപേക്ഷിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക, ഇത് നമ്മുടെ നിയമമാണ്. നമ്മൾ ആശ്രയിച്ച് അപേക്ഷിച്ച് ഒരു കാര്യം നിവൃത്തിയായി കിട്ടുമ്പോൾ തിരുമുമ്പാകെ നന്ദി അർപ്പിക്കണം. അത് നിയമമാണ്. ഇന്ന് പല ആളുകൾക്കും അറിഞ്ഞുകൂടാത്തതും അത് തന്നെയാണ്. ഒരാളിൽ ഒരു നന്മയുണ്ടെങ്കിൽ, ഒരു നല്ല അനുഭവം ഉണ്ടായെങ്കിൽ അത് ഒരു നന്ദിയായി സ്മരിക്കുവാൻ പലർക്കും വളരെ പ്രയാസമാണ്. ബോധ്യമുണ്ട്, ഉള്ളിൽ ബോധ്യമുണ്ട്, ആ ആളിന്റെ ഗുണം കൊണ്ടാണ് എനിക്ക് സാധിച്ചത്. പക്ഷേ തിരിച്ച് ഒരു വാക്ക് പറയില്ല, അങ്ങയുടെ ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു കിട്ടിയത്, നന്ദിയുണ്ട് എന്ന് പറയാൻ പല ആളുകൾക്കും മടിയാണ്. എന്തോ ഒരു കുറവ് സംഭവിച്ചു പോകുന്നതാണ് വിചാരം. അങ്ങനെയുള്ളവർ ദൈവമുമ്പാകെ നന്ദിപ്പെടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാണ്? അടുത്തു നിൽക്കുന്ന ആളിനെ കാണാനും ആ വിധത്തിൽ പ്രവർത്തിക്കാനും കഴിയാത്ത ആൾ അരൂപിയായി നിൽക്കുന്ന ദൈവത്തിന് മുമ്പിൽ ചെയ്യൂ? ചെയ്യില്ല. പിന്നൊരു പ്രഹസനം പോലെ പലരും ചെയ്യും. ഞാനൊരു കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നടത്തും. അതുകൊണ്ടൊന്നും അർത്ഥമില്ല. ഹൃദയം കൊണ്ട് ആ അർപ്പണബോധത്തോടുകൂടി നന്ദിപ്പെടുന്ന ഹൃദയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നന്മകൾ അനുവദിച്ചു കൊടുക്കുകയും നന്ദിപ്പെടുകയും വീണ്ടും വീണ്ടും അനുഭവ സുഖങ്ങളിലേക്ക് ആത്മാക്കൾ ചേർന്ന് ലയിക്കുകയും രമിക്കുകയും ചെയ്യും.
അങ്ങനെ ലയിക്കുവാനും ലഭിക്കുവാനുമുള്ള അവസരമാണ് ഈശ്വരൻ ഒരുക്കിയിരിക്കുന്നത്. അത് ഓരോ ഹൃദയങ്ങളിലും അനുഭവമാകുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. സത്യവും ധർമ്മവും പാലിച്ചു ജീവിപ്പാൻ, സത്യവും ധർമ്മവും പാലിച്ചു ജീവിപ്പാൻ, പ്രാപ്തിയ നൽകണേ എൻ്റെ ഗുരുവരാ, സത്യവും ധർമ്മവും പാലിച്ചു ജീവിപ്പാൻ, പ്രാപ്തിയ നൽകണേ എൻ്റെ ഗുരുവരാ, നിന്നുടെ കളിയാട്ടും സ്വരൂപനെ അകതാരിൽ കാണണമെങ്കിൽ കളങ്കമറ്റു മാറണം. കളങ്കമില്ലാത്ത ഹൃദയത്തിലെ നിഷ്കളങ്ക സ്വരൂപനെ കാണുവാൻ കഴിയുള്ളൂ. കളങ്കം അറ്റുമാറുവാനുള്ള ജ്ഞാനമാണ് നിഷ്കളങ്ക ജ്ഞാനം. നിഷ്കളങ്ക ജ്ഞാനം നിഷ്കളങ്കനായ ഗുരുവിൽ മാത്രമേ ഉള്ളൂ. നിഷ്കളങ്ക ഗുരു ലോകത്തിൽ ഒറ്റത്തവണ അവതാരം ചെയ്യുന്നുള്ളൂ. അതാണ് കലിയുഗ അവതാരം. കലിയുഗ അവതാരം എത്ര ആനന്ദമോ, കലിയുഗ അവതാരം
അവതാരമായി കലിയുഗത്തിൽ വാഴുന്നത് എന്ന് പരമാനന്ദ സ്വരൂപനാകുന്ന പരമഗുരുവാണ് സുഭാനന്ദ തിരുനാമത്തിൽ തിരോധാരമായി കലിയുഗത്തിൽ വാഴുന്നത് എന്ന് ആത്മാവിൽ ബോധ്യം വരണമെങ്കിൽ താൻ തന്നെ അറിഞ്ഞ് തെളിയിച്ച നിഷ്കളങ്ക ജ്ഞാനം ആത്മാവിൽ ഗ്രഹിക്കണം. തന്നെ അറിഞ്ഞ ഒരു അറിവാണ് നിഷ്കളങ്ക ജ്ഞാനം. അതാണ് ആത്മസ്വരൂപം. നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിക്കുമ്പോൾ ആത്മാവ് നിഷ്കളങ്കമായി തീരുന്നു. അപ്പോൾ ആ നിഷ്കളങ്ക രൂപത്തെയാണ് ആത്മാവ് കാണുന്നത്. ആത്മാവിന് രൂപമുണ്ടോ രൂപമില്ലയോ എന്ന് ഇപ്പോഴും സംശയവും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കലിയുഗാവതാരം പ്രത്യക്ഷമായതെന്ന് പ്രഖ്യാപിച്ചു. നിന്റെ ആത്മാവിന്റെ കളങ്കം അറ്റുമാറിയാൽ നിന്നിൽ കാണുന്ന രൂപമാണ് ആത്മാവിന്റെ രൂപം. ആ ആത്മാവിന്റെ രൂപമുണ്ട്. എന്തുകൊണ്ട്? അത് പരമാത്മാവിന്റെ അംശമാണ്. പക്ഷേ അതിൽ ആ നഗ്നനേത്രങ്ങൾ കൊണ്ട് അതിനെ കാണുവാൻ കഴിയില്ല. ദിവ്യമായ അനുഭൂതി വിശേഷങ്ങളിലൂടെ അതിനെ അനുഭവിച്ചറിയുവാൻ കഴിയും. ആ ആനന്ദാനുഭൂതി ഓരോ ആത്മാവിലും നിറഞ്ഞ് ലഭിക്കുവാൻ തക്ക വിധത്തിലുള്ള ആദർശമാണ് ആത്മബോധോദയ സംഘം. അതിശ്രേഷ്ഠമായ അറിവാണ് ആദർശം. അതിശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കം തന്നെയാണ്. നിഷ്കളങ്ക സ്വരൂപൻ താൻ അവതാരമായി വന്നു. നിഷ്കളങ്ക സ്വരൂപൻ താൻ അവതാരമായി വന്നു. നിഷ്കളങ്ക ജ്ഞാനം തന്നെ തെളിയിക്കുന്നു. നിഷ്കളങ്ക സ്വരൂപൻ താൻ അവതാരമായി വന്നു. നിഷ്കളങ്ക ജ്ഞാനം തന്നെ തെളിയിക്കുന്നു. നിഷ്കളങ്ക ജ്ഞാനം തന്നെ തെളിയിക്കുന്നു. നിഷ്കളങ്ക ജ്ഞാനമല്ലോ ആത്മാവിന്റെ സ്വരൂപത്തെ. നിഷ്കളങ്ക ജ്ഞാനമല്ലോ ആത്മാവിന്റെ സ്വരൂപത്തെ. ആത്മാവിൽ തന്നെ തെളിയിച്ചറിയിക്കുന്നു. നിഷ്കളങ്ക ജ്ഞാനമല്ലോ ആത്മാവിന്റെ സ്വരൂപത്തെ. ആത്മാവിൽ തെളിയിച്ചറിയിക്കുന്നു. ആത്മാവിൽ തന്നെ നിഷ്കളങ്ക ജ്ഞാനമല്ലോ ആത്മാവിന്റെ സ്വരൂപത്തെ. ആത്മാവിൽ തന്നെ തെളിയിച്ചറിയിക്കുന്നു. തെളിഞ്ഞറിയുന്ന അറിവ് ആത്മാക്കളിൽ ഭവിക്കുമ്പോൾ. തെളിഞ്ഞറിയുന്ന അറിവ് ആത്മാക്കളിൽ ഭവിക്കുമ്പോൾ. ആത്മരൂപം കണ്ടിടുന്നു ആനന്ദിക്കുന്നു. തെളിഞ്ഞറിയുന്ന അറിവ് ആത്മാക്കളിൽ ഭവിക്കുമ്പോൾ. ആത്മരൂപം കണ്ടിടുന്നു ആനന്ദിക്കുന്നു. നിഷ്കളങ്ക
ഭവിക്കുമ്പോഴാണ്. ആത്മജ്ഞാനം ആത്മാവിൽ ഭവിക്കുമ്പോഴാണ്. അതിനാദ്യം എന്ത് വേണം? അതിനാദ്യം എന്ത് വേണം? അത് ശ്രവിക്കണം. അത് ശ്രവിക്കണം. അത് കഴിഞ്ഞോ അതിനെ ഗ്രഹിക്കണം. അതിനെ ഗ്രഹിക്കണം. പിന്നീടോ അതിനെ മനന ധ്യാനാദികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനെ മനന ധ്യാനാദികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരണം. എന്നിട്ടോ അത് സൽക്കർമ്മമായി പ്രവർത്തിക്കണം. അത് സൽക്കർമ്മമായി പ്രവർത്തിക്കണം. എന്നിട്ടോ അതിന്റെ ഫലം ആത്മാവിൽ സ്വരൂപിക്കണം. അതിന്റെ ഫലം ആത്മാവിൽ സ്വരൂപിക്കണം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? തത്വം ആത്മാവിൽ രൂപപ്പെടുകയാണ്. തത്വം ആത്മാവിൽ രൂപപ്പെടുകയാണ്. അവിടെ വെച്ചാണ് ഈ നന്മയും തിന്മയും ഒക്കെ വേർതിരിഞ്ഞറിയുന്നത്. അവിടെ വെച്ചാണ് നന്മയും തിന്മയും വേർതിരിച്ചറിയുന്നത്. പരിപൂർണമായ അറിവുണ്ടാകുന്ന അവിടെ വെച്ചാണ്. പരിപൂർണമായ അറിവുണ്ടാകുന്ന അവിടെ നിന്ന് വീണ്ടും ഉയർന്നാണ് നിഷ്കളങ്കമാകുന്നത്. അവിടെയാണ് ആത്മരൂപത്തെ അറിയുന്നത്. നിഷ്കളങ്കമാകുമ്പോൾ മാത്രമേ ആത്മരൂപത്തെ അറിയുന്നുള്ളൂ. അതുവരെ ഇതുണ്ട് എന്ന ഒരു വിശ്വാസത്തിലാണ് ഈ ജീവിക്കുന്നതും കർമ്മിക്കുന്നതും. ഈ വിശ്വാസത്തോടുകൂടി ജീവിക്കുകയും കർമ്മിക്കുകയും ചെയ്തെങ്കിലേ അനുഭവത്തിൽ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസിക്ക് ആശ്വാസം എന്നും കാണാം, ആശ്വാസത്തിൽ കൂടി ആനന്ദിക്കാം. ഓരോ കീർത്തനങ്ങളുടെയും വരികളിൽ അടങ്ങിയിരിക്കുന്ന മഹാതത്വങ്ങൾ അതുപോലും ആത്മാവിൽ ബോധ്യമാകണമെങ്കിൽ നിരവധി കർമ്മങ്ങൾ ചെയ്ത ഫലം ആത്മാവിൽ ഉണ്ടാകണം. ആദ്യം വന്നു ചേരുന്ന ആത്മാക്കൾക്ക് ഈ കീർത്തനം കേൾക്കുമ്പോ ഇവിടെ ഒരു വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ ആശ്വാസം ഉണ്ടാകൂ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ പറയുന്നതൊക്കെ വിശ്വസിച്ച് ജീവിക്കുക എന്നൊരു തീരുമാനത്തിലെത്തും. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ ആത്മാവിലേക്ക് ഭവിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ആശ്വാസത്തിൽ കൂടി ആത്മാവിൽ ഉണ്ടാകേണ്ടുന്ന മഹാസിദ്ധിയാണ് വിശ്വാസം. അതൊരു വലിയ സിദ്ധിയാണ്. അത് മഹാകാരുണ്യത്തിൽ കൂടി അല്ലാതെ ഒരു ആത്മാവിൽ ഉറപ്പിക്കപ്പെടുകയില്ല. ഞാൻ ഇത്ര വർഷമായിട്ട് ശിവാനന്ദഗുരുദേവനെ വിശ്വസിക്കുന്ന ഒരാൾ അവകാശപ്പെട്ടാൽ ആ വിശ്വാസമല്ല വിശ്വാസം. അനുഭവത്തിൽ കൂടി ആത്മാവിൽ ഉണ്ടാകുന്ന ആശ്വാസം, ആ ആശ്വാസത്താൽ വ്യവസ്ഥപ്പെടുത്തി വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ആത്മാവിൽ ആ വിശ്വാസം ഉറപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ വിശ്വാസം. ഈ ഒരു കീർത്തനത്തിൽ തന്നെ എന്തെല്ലാം തത്വങ്ങളാണ് ഈശ്വരനെ ഉള്ളടക്കമാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം. ഇങ്ങനെ ഓരോ കീർത്തനത്തിലുമുണ്ട്. അതിൻ്റെതായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് ഇങ്ങനായിരുന്നല്ലോ ഇതിന്റെ അർത്ഥം. ഓരോന്നും അങ്ങനെ മനസ്സിലാകുള്ളൂ. ആ വിധത്തിൽ നിഷ്കളങ്കമായി കഴിയുമ്പോൾ ആത്മരൂപത്തെ കാണാം. ഇതെല്ലാം അറിഞ്ഞും ഗ്രഹിച്ചും സൽക്കർമ്മം ചെയ്തും ഒക്കെ ഇങ്ങനെ വളർന്ന് അപ്പൊ അതിനിടയ്ക്ക് പല പരീക്ഷണങ്ങളൊക്കെ വരും. ഒരു വാക്കുകൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, ജീവിതം എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണോ? ഇപ്പൊ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഓരോ ശരീരവാഴ്ചയെ പറ്റി പറയും. 69 വർഷം ത്യാഗം സഹിച്ചു വാണിരുന്നു, കണ്ണീരൊക്കെ ഒഴുകി ഒക്കെ വിളിച്ചൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ ഒരു വാക്കുകൊണ്ട് ഈ 69 വർഷം ആവൂ? അത് കഴിയുമ്പോൾ പറയും 26 വർഷം ആനന്ദരൂപനായി വാണിരുന്ന ദൈവമേ, ഷർട്ടെല്ലാം നാനയും കണ്ണീരൊഴുകുക. ഇത് 26 വർഷം ആവുമോ? ഈ കണ്ണുനീരും ഈ പ്രാർത്ഥനയും കൊണ്ട് ഇതിന്റെ ഒക്കെ ഫലം ഒന്നിച്ചെണ്ണാനോ ചിന്തിക്കാനോ കഴിയുന്നതാണോ? പിന്നെ 12 പറയും, 17 പറയും, ഇതെല്ലാം പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ ഈ അനുഭവം എന്ന് പറയുന്നത് ഈ അറിവിൽ കൂടി ആത്മാവിൽ വിശ്വാസത്താൽ വ്യവസ്ഥപ്പെടുത്തി ഉറപ്പിക്കുമ്പോഴാണ്. ആ വിശ്വാസിയാകണമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ ആകുമ്പോഴാണ് നിഷ്കളങ്കമാകുന്നത്. നിഷ്കളങ്കമാകുമ്പോഴാണ് ആത്മരൂപം കാണുന്നത്. അവിടെയാണ് നിഷ്കാമ കർമ്മം നടക്കുന്നത്. നിഷ്കാമ കർമ്മം കൊണ്ടല്ലാതെ മർത്യന്റെ ദുഃഖമൊഴിയുന്നില്ല, ദുഃഖമൊഴിയുന്നില്ല. നിഷ്കാമ
ഒരാത്മാവിൽ സംഭവ്യമാകണമെങ്കിൽ എനിക്ക് തിരിച്ചു വേണ്ട കുഞ്ഞതാ 200 രൂപ വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ നിഷ്കാമകർമ്മം? അല്ലെ 10 സെന്റ് ഭൂമി എഴുതി കൊടുത്തു ഒരാളിന്, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ 10 സെന്റ് ഭൂമി കൊടുത്തു എന്നൊരാളിനോട് കൊടുത്തപ്പോ തന്നെ അതിന്റെ പറഞ്ഞപ്പോ തന്നെ അതിന്റെ ഫലം പോയില്ലേ? ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ കൊടുത്തത് ഒരു പക്ഷേ ഈ ആളിൽ നിന്ന് മറ്റേ ആളിന് ലഭിക്കുവാൻ മുൻജന്മത്തിൽ കടമുള്ളതാണോ എന്ന് എങ്ങനെ അറിയും? ഈ ആൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ ഇദ്ദേഹത്തിൽ നിന്ന് കവർന്നെടുത്ത ഭൂമിയാണ് എഴുതി കൊടുത്തത്. അപ്പൊ കടം തീർന്നതല്ലാതെ മറ്റൊരു ഗുണവും അതിൽ നിന്ന് ഉണ്ടാവാനില്ല. അപ്പൊ ഇതിന്റെ ആന്തരികമായ അവസ്ഥകളെയും വ്യവസ്ഥകളെയും അറിയുന്നത് ജഗദീശ്വരനാകുന്ന ഗുരുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒന്നും വേണ്ട പകരം വേണ്ട എന്ന് പറഞ്ഞു കൊടുത്താലും ലോകത്തിലുള്ള എല്ലാ കർമ്മത്തിനും അതിൻ്റെതായ ഫലമുണ്ട്. എന്നാൽ നിഷ്കാമകർമ്മം ലഭിക്കുന്ന ഒരാളിന് തിരിച്ച് ഒന്നും കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. പലപ്പോഴും ഞാനിത് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ഇരിക്കുന്ന നിലവിളക്കിൽ നിന്ന് ഈ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ വിളക്ക് തന്നിട്ട് അതിലേക്ക് ദീപം പകർത്തിയാൽ, നമ്മൾ പ്രകാശയാത്രയ്ക്കൊക്കെ പകർത്തിക്കൊണ്ട് പോകുമല്ലോ, അങ്ങനെ പകർത്തി ഈ ദീപത്തിൽ നിന്ന് പകർത്തി 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 ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ കൊണ്ടുപോവാം. ഇപ്പൊ നിങ്ങൾ തിരിച്ചു വന്ന് ഈ ദീപത്തിൽ കൊണ്ടുപോയ ദീപം കൊണ്ട് ഈ ദീപത്തിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടില്ല? പ്രകാശം അവിടെ തന്നെ ഉണ്ട് അല്ലേ? അതങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. ഇതുപോലെ നിഷ്കളങ്ക ജ്ഞാനപ്രകാശം ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതാണ് നിഷ്കാമകർമ്മം. അല്ലാതെ എനിക്കിത് ആവശ്യമില്ല അല്ലെങ്കിൽ തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞൊരു കാര്യം കൊടുക്കുന്നതല്ല നിഷ്കാമകർമ്മം. ഇന്ന് ലോകത്തിൽ പല ആളുകളും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ നിഷ്കാമമായിട്ട് ചെയ്തതാന്ന് പറയും. ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത, അതിന്റെ ആവശ്യമില്ലാത്ത ഒരു കർമ്മം, അതാണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ. പകർത്തി കൊടുക്കുന്നതോറും ഇത് ഏറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈ നിഷ്കളങ്കത അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ആ നിഷ്കളങ്കതയിൽ കൂടിയാണ് നിഷ്കാമകർമ്മം നടക്കുന്നത്. ആ നിഷ്കാമകർമ്മം ചെയ്യുമ്പോഴാണ് ദുഃഖം ഒഴിയുന്നതെന്നാണ് കീർത്തിച്ചിരിക്കുന്നത്. ഇത് ആദ്യം എൻ്റെ ഭാനുഭാഗവർ കീർത്തിച്ച ഒരു ട്യൂൺ ഉണ്ടായിരുന്നു. അത് ആ ട്യൂണിൽ ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ആദ്യമായി പാടിയ ട്യൂണിലൊന്ന് പാടിയിട്ട് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം കർമ്മിയുടെ ഉൾക്കാമ്പിൽ വാസം ചെയ്യോ. നിഷ്കാമകർമ്മിയുടെ ഉൾക്കാമ്പിൽ വാസം ചെയ്യോ. നിത്യാനന്ദ സ്വരൂപൻ ശുഭാനന്ദൻ. നിത്യാനന്ദ സ്വരൂപൻ ശുഭാനന്ദൻ. നിഷ്കാമകർമ്മിയുടെ ഉൾക്കാമ്പിൽ വാസം ചെയ്യോ. നിഷ്കാമകർമ്മിയുടെ
ആത്മാവ് എങ്കിലേ ഈ മതിവരാത്ത കാഴ്ച ആത്മാവിൽ കാണുവാൻ കഴിയുള്ളൂ. മതിവരാത്ത കാഴ്ച ആത്മാവിൽ ആരെയാണ് കാണുന്നത്? ആരെയാണ് കാണുന്നത്? നിത്യാനന്ദ സമ്പൂർണനാകുന്ന ഗുരുവിനെയാണ് കാണുന്നത്. നിത്യശാന്തിയും നിത്യാനന്ദവും അവിടെയാണ് ലഭിക്കുന്നത്. നിത്യശാന്തിക്കുള്ള നിഷ്കാമ കർമ്മത്തെ നിത്യവും ചെയ്യണം ഭക്തലോകമോ. നിത്യശാന്തിക്കുള്ള നിഷ്കാമ കർമ്മത്തെ നിത്യവും ചെയ്യണം ഭക്തലോകമോ. നിത്യശാന്തിക്കുള്ള നിഷ്കാമ കർമ്മത്തെ നിത്യവും ചെയ്യണം ഭക്തലോകമോ. നിഷ്കാമ കർമ്മത്തെ ചെയ്യുവാനുള്ളൊരു നിഷ്കളങ്ക ജ്ഞാനം കേട്ടിടണമോ. നിഷ്കാമ കർമ്മത്തെ ചെയ്യുവാനുള്ളൊരു നിഷ്കളങ്ക ജ്ഞാനം കേട്ടിടണമോ. നിഷ്കളങ്ക ജ്ഞാനം നൽകുവാനായി വന്ന ഗുരുവിനെ നിത്യവും പൂജിക്കണമോ. നിഷ്കളങ്ക ജ്ഞാനം നൽകുവാനായി വന്ന ഗുരുവിനെ നിത്യവും പൂജിക്കണമോ. നിഷ്കളങ്ക ജ്ഞാനം നൽകുവാനായി വന്ന ഗുരുവിനെ നിത്യവും പൂജിക്കണമോ. പൂജിക്കണം, പാദം വന്ദിക്കണം, നിത്യം ആരാധിച്ചു നിങ്ങൾ ജീവിക്കണോ. 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 പൂജിക്കണം, പാദം വന്ദിക്കണം, നിത്യം ആരാധിച്ചു നമ്മൾ ജീവിക്കണോ. ആരാധിക്കുന്ന ആത്മാവിലൊക്കെയും ആനന്ദം നൽകും ശുഭാനന്ദം താൻ. ആരാധിച്ചിരുന്ന ആത്മാവിലൊക്കെയും ആനന്ദം നൽകും ശുഭാനന്ദം താൻ. ആരാധിച്ചിടുന്ന ആത്മാവിലൊക്കെയും ആനന്ദം നൽകും ശുഭാനന്ദം താൻ. ആരാധിച്ചിടുന്ന ആത്മാവിലൊക്കെയും ആനന്ദം നൽകും ശുഭാനന്ദം താൻ. ആരാധിച്ചിടുന്ന ആത്മാവിലൊക്കെയും ആനന്ദം നൽകും ശുഭാനന്ദം താൻ. കലിയുഗത്തിൽ വന്നു ഖഡ്ഗിയായി വാഴുന്നു നിഷ്കളങ്ക ജ്ഞാനം നൽകിയിടുന്നു. 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 നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിച്ച് നിഷ്കളങ്കരായി തീർന്നാൽ എന്തു ചെയ്യാം? കുറച്ചു പറയൂ. നിഷ്കാമ കർമ്മം ചെയ്യാം. അവിടെയാണ് ആരെ കാണുന്നത്? മതിവരാത്ത ആ കാഴ്ച ഗുരുവിന്റെ രൂപത്തെ കാണുന്നത്. ലോകത്തിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമല്ലാതെ, നിങ്ങൾ ആരും മനക്കോട്ട കിട്ടുന്ന രൂപമല്ലാതെ, എത്ര വർണ്ണ മനോഹരമായി ഒരുക്കി വെച്ചാലും ലോകം നശ്വരമാണ്, ക്ഷണഭംഗുരമാണ്. അതൊന്നുമല്ല ഗുരുവിന്റെ രൂപം. തത്വഗുണങ്ങളുടെ ഉത്ഭവ രൂപമായ ഗുരുരൂപത്തെ കാണണമെങ്കിൽ തത്വം ഗ്രഹിച്ച് ഉത്തമന്മാരായി തീർന്ന് നിഷ്കളങ്കത്വം ആത്മാവിൽ സംഭവിച്ചെങ്കിലേ കാണുവാൻ കഴിയുള്ളൂ. ആ ഉത്തമത്വമാണ് സംഭവിക്കേണ്ടത്. ഉത്തമത്വമൊത്തവരിൽ പത്തവതാരവും കാണാം. ഉത്തമത്വമൊത്തവരിൽ പത്തവതാരവും
ക്ഷണഭങ്കുരമായി ഇതിന്റെ പുറകെ ഓടുമ്പോൾ ഒരു നിമിഷം നിൽക്ക മനുഷ്യ, നീ നിന്നെ തന്നെ ചിന്തിക്കാം. നിൽക്ക മനുഷ്യ, നീ നിന്നെ തന്നെ ചിന്തിക്കാം. എവിടെ നിന്നു വന്നു നീ, എവിടെ ചെന്നു ചേരണം? നിൽക്ക മനുഷ്യ, നീ നിന്നെ തന്നെ ചിന്തിക്കാം. എവിടെ നിന്നു വന്നു നീ, എവിടെ ചെന്നു ചേരണം? അതാണ് തിരിച്ചറിയാത്തത്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അവന്റെ ഹൃദയത്തിലേക്ക് ഭവിക്കത്തക്ക വിധം ഈ വിധത്തിൽ പറയാനും ചോദിക്കാനും കഴിവുള്ളത് ആർക്കാണ്? ഉടമസ്ഥനല്ലാതെ ആർക്കും ഇതിന് അധികാരമില്ല. ആ ഉടമസ്ഥനാണ് വന്ന് വാഴുന്നത് എന്ന് ഒരാത്മാവിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെ വെക്കുകയാണ്. സർവ്വതും തിരുമുമ്പാകെ കാഴ്ചവെക്കുകയാണ്. അങ്ങനെ സർവ്വതും സമർപ്പിച്ച് ജീവിക്കുന്ന ഭക്തർക്കുള്ളിൽ എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ സർവ്വതും സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. ഈയിടെ ഒരു ഭക്തൻ വന്ന് എന്റെ മുന്നിൽ കുനിഞ്ഞിഞ്ഞിട്ട് തൊഴുതപ്പോ കുറച്ച് നാണയം പോക്കറ്റിൽ താഴെ വീണു. അപ്പൊ എല്ലാം കൂടി ഞാൻ വാരി തട്ടത്തിലോട്ട് ഇങ്ങനെ വലിയ ഗമയിലൊക്കെ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നോട്ടാ വീണെങ്കിൽ ഇങ്ങനെ വെച്ചേനെയോ? ഞാൻ ചോദിച്ചു. നാണയം വാരി ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അങ്ങോട്ടങ്ങ് വെച്ച് തട്ടത്തിലോട്ട് എല്ലാം സർവ്വതും നിങ്കലാക്കി സമർപ്പിച്ചു ഭജിക്കുന്നേ. നോട്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. എനിക്ക് നോട്ട് വേണ്ട, പക്ഷെ ഞാൻ അത് ഒരു അവസരമാക്കിയതാണ്. എന്തിനാണെന്നറിയോ? ആ ചിന്ത ഉണ്ടാവണം. സർവ്വതും സമർപ്പിച്ചാണ് ജീവിക്കുന്നതെന്ന് ചിന്ത ഉണ്ടാവണം. എനിക്ക് ഞാൻ പറഞ്ഞു, നാണയം വെക്കരുത്, വെക്കാൻ സമ്മതിച്ചില്ല. ഞാൻ അത് പോക്കറ്റ് ഇടുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നോട്ടാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കുവോ? കാരണം തിരിച്ച് വീട്ടിൽ പോകണം, പല കാര്യങ്ങൾ നടത്താനുള്ള കാശ് ആ പോക്കറ്റിൽ ഇരിക്കുന്നത്. അതെനിക്കും അറിയാം, അത് കൊടുത്തത് ഞാനാണ്. പക്ഷേ ചെയ്യില്ല. പലപ്പോഴും നമ്മൾ പിടിച്ചു വയ്ക്കും. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ മാനസിക അവസ്ഥ അത് നല്ലതിലേക്ക് മാത്രമായി ചിന്ത വന്നു കഴിഞ്ഞാൽ, ഞാനെന്ന ഭാവം മാറിക്കഴിഞ്ഞാൽ ഉന്നതമായ അവസ്ഥ ആത്മാവിലുണ്ടാകും. അപ്പൊ സർവ്വതും നിങ്കലാക്കി സമർപ്പിച്ച് ഭജിക്കുന്നേ എന്ന് തീരുമാനിച്ച് പറഞ്ഞാൽ പോരാ, അത് സമർപ്പണമായി വരണം. പലപ്പോഴും അങ്ങനെയല്ല. ഇപ്പൊ ഇരുന്നിങ്ങനെ ആഹ്ലാദിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യും. എന്തെങ്കിലും ഒരു വ്യക്തിപരമായ ഒരു കാര്യം വരുമ്പോൾ അത് വേണ്ട, അത് ചെയ്യണ്ട എന്നൊന്ന് കർശനമായി പറഞ്ഞു പോയാൽ അപ്പോഴത്തേക്ക് പോയി. പിന്നെ മുഖഭാവമൊക്കെ മാറി അങ്ങ് ചൂളി. അല്ലേലും ചിലപ്പോഴൊക്കെ മനുഷ്യനാ എന്നൊരു ഭാവമാണ്. ഏതാ ഇല്ല, നല്ലത് പറയുമ്പം അവർക്ക് അനുകൂലമായി പറഞ്ഞാൽ ദൈവമാണ്, പ്രതികൂലമായി പോയാൽ പിന്നെ എന്തുവാ? പണ്ട് നമുക്കിവിടെ ഭക്തിയമ്മ എന്ന് വിളിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. അക്ഷരാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഭഗവാനോട് അങ്ങ് അമിതമായ ഭക്തിയാണ്. ആദ്യ ശരീര കാഴ്ച കാലം മുതലേ ഉള്ളതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനത്തെ തിരിച്ചുവരവിൽ ദേഷ്യം വന്നൊരു വടിയെടുത്തൊരു അടി കൊടുത്തു. അന്ന് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ പിണങ്ങി വീട്ടിൽ പോകും. അതാ അവസ്ഥ. ഇപ്പോൾ അന്ന് അങ്ങനെ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് ചിലപ്പം ദേഷ്യം വരുമ്പോൾ അടിക്കുകയും ചിലപ്പം തുടച്ചേച്ച് ഭഗവാന്റെ കൈ നൊന്തോന്നേ ചോദിക്കുകയുള്ളൂ. ഭഗവാന്റെ കൈ നൊന്തോ എന്നേ ചോദിക്കുകയുള്ളൂ. പക്ഷെ അന്ന് ഈ അമ്മ പറഞ്ഞത് ചിലപ്പോഴൊക്കെ മനുഷ്യനാ, ഇല്ലെങ്കിൽ ഈ അമ്മ അടിക്കത്തില്ലെന്നാ. അപ്പോഴും ആ വിശ്വാസമാണ്. മനസ്സിലായോ? ആ വിശ്വാസം. സർവ്വതും നിങ്കലാക്കി സമർപ്പിച്ചു ഭജിക്കുന്നേ, സർവ്വതും നിങ്കലാക്കി സമർപ്പിച്ചു ഭജിക്കുന്നേ, സർവ്വലോകേശ ഗുരുവാനം ചെയ്തിടണേ,
സർവ്വതും സമർപ്പിക്കുന്നു. സർവ്വതും സമർപ്പിക്കുന്നു. അതാണ് ശുഭാനന്ദാദർശ വിശ്വാസികളുടെ ജീവിതം. അതാണ് ശുഭാനന്ദാദർശ വിശ്വാസം. സർവ്വതും സമർപ്പിച്ചാണ് ജീവിക്കേണ്ടത്. സർവ്വതും സമർപ്പിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ച് ജീവിച്ചാൽ ആരെ കാണാം? അങ്ങനെ സമർപ്പിച്ച് ജീവിച്ചാൽ ആരെ കാണാം? എന്ത് കാണാം? എന്ത് കാണാം? എന്താണ് കാണുന്നത്? പിന്നെ അകതാരിൽ കാണുന്നത് എന്തായിരിക്കും? കാണുന്നത് എന്തായിരിക്കും? ആനന്ദ നടനം, ശുഭാനന്ദ നടനം, ശുഭാനന്ദ ജീവിക്കുവാൻ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സ്വത്തെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ തരണ്ട. എല്ലാവരും കൂടി ഒരുമിച്ചൂടെ ഒന്ന് താമസിക്കുകയും വേണ്ട. പിന്നെ എന്ത് വേണം? അറിയിച്ചിരിക്കുന്ന അറിവിൻ പ്രകാരം ആചാരാനുഷ്ഠാനങ്ങളിലൂടെ അഥവാ നിയമപാലനത്തിലൂടെ നിങ്ങൾ സത്യമായി ജീവിച്ചാൽ മതി. നിങ്ങളിൽ ആനന്ദ നടനം ഉണ്ടാകും. അപ്രകാരം ഞാൻ അറിയിച്ച വിധം സർവജ്ഞാനോത്സവം നിങ്ങൾ ഗംഗേമമായി കൊണ്ടാടി അങ്ങനെ അനുവർത്തിച്ച എല്ലാ ഹൃദയങ്ങളിലും ഞാൻ ആനന്ദം പകർന്നു തന്നു. അങ്ങനെ ലഭിച്ചു എന്ന് സമ്മതിക്കുന്നവരും അനുഭവമുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാൽ ആനന്ദ നടനം, ശുഭാനന്ദ നടനം, സർവശക്തിയെ നടത്തി തന്നു എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ട് പറയുമ്പോൾ ഇനിയും നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മടി പിടിച്ചിരിക്കാനുള്ള സമയമാണോ? അല്ല, നമുക്ക് ഒരു നിമിഷം പോലും കളയുവാനില്ല. അരനിമിഷം പോലും പിരിയാതെ സർവശക്തി എന്റെ കൂടെ വാഴണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ പൊന്നോമന സന്താനങ്ങൾ അരനിമിഷം പോലും പാഴായി കളയാതെ സത്യജീവിതം ചെയ്തു കൊള്ളണം. നമുക്ക് അന്യമായോ മാലിന്യമായോ മാറ്റിവെക്കുവാൻ സമയമില്ല. എപ്പോഴും പരിശുദ്ധ ചിന്തകളോടുകൂടി പരിശുദ്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആ പരിശുദ്ധ കർമ്മഫലം ആത്മാവിൽ ആനന്ദമായി അനുഭവിക്കുവാൻ എല്ലാ നിയമങ്ങളും കൃത്യമായി നിങ്ങൾ പാലിച്ചുകൊള്ളുക. അത് ആ ഓരോ ആത്മാവിലും ആനന്ദമായി ഭവിക്കും. ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന കർമ്മത്തിന്റെ പ്രാധാന്യവും അർപ്പണവും അനുസരിച്ച്, പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അറിയിച്ച അറിവിന്റെ പ്രാധാന്യമല്ല, എത്ര പ്രാധാന്യത്തോടുകൂടിയാണോ നിങ്ങൾ അത് സ്വീകരിക്കുന്നത് ആ പ്രാധാന്യമാണ് അറിയിച്ചത്. ഇന്നതുപോലൊരു നിയമമുണ്ട് നടത്തിയേക്കാം എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഒരു ഊഴിയംപോക്കിന് നടത്തുന്നതല്ല. ഇത് ചെയ്യണം, ഇത് എൻ്റെ ആത്മാവിന്റെ ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കാണ്, എൻ്റെ പരമ്പരയുടെ നിലനിൽപ്പിനാണെന്ന ബോധത്തോടുകൂടി അർപ്പണ ബോധത്തോടുകൂടി നിർവഹിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞ് സ്വീകരിക്കുകയാണ്. അങ്ങനെ പ്രാധാന്യം അറിഞ്ഞ് നടത്തുമ്പോൾ അതിൻ്റെതായ ഫലം ആത്മാവിനുണ്ടാകും. ഇനി നമുക്ക് അടുത്തതായ ഏറ്റവും പ്രധാനമായി നടക്കേണ്ട ആചാരം എന്താണ്? നമ്മൾ പിതൃപൂജയെല്ലാം മാറ്റി എന്ത് കൊണ്ടുവന്നു? പിതൃപൂജ മാറ്റി എന്ത് പൂജ കൊണ്ടുവന്നു? ഗുരുപൂജയല്ലാതെ
ഒരു പൂജയൊന്നുമില്ല. ഒരു ഗുരുപൂജയല്ലാതെ ഒരു പൂജയൊന്നുമില്ല. അത് സത്യമായ പൂജയാണെങ്കിൽ എത്തിച്ചേരുന്നത് എവിടെയാണ്? ഗുരുവിന്റെ പാദത്തിലാണ്. കാരണം പണ്ട് ഒരു ഭക്തയായ ഒരു മാതാവ് എന്റെ തിരിച്ചുവരവിൽ എന്നെ കാണാൻ ഇവിടെ വന്നു. അപ്പോ ഇവിടെ വന്ന് എന്റെ പ്രഭാഷണവും ആരാധനയും ഒക്കെ കണ്ട് വളരെ സന്തോഷമായി. അങ്ങനെ ജീവിച്ചു വരവേ അമ്മയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഇവിടെ ആരാ ഈ വാഴുന്നതെന്നൊന്ന് അറിയണമെന്നൊരാഗ്രഹം. അപ്പൊ അമ്മ കൃഷ്ണഭക്തയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പോവുകയും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും. സാമ്പത്തികമായി കുറച്ച് ഉയർന്ന ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് മനസ്സിൽ തോന്നി. അപ്പൊ അതിനൊരു നേർച്ചയെ അങ്ങ് പറഞ്ഞു. അന്ന് ഇവിടെ വളരെ ചെറിയ ആശ്രമവും ചെറിയ സംവിധാനങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ ഒരു ആനയെ വാങ്ങിച്ച് നടക്കിരുത്തിക്കോളാം എന്നാണ് നേർച്ച പറഞ്ഞത്. പശുവിനെ വളർത്താൻ പോലുള്ള സൗകര്യം അന്ന് ഇവിടെ ഇല്ല. ഇന്ന് നമുക്ക് അനേകം പശുക്കൾ വരെ നോക്കാൻ ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പൊ അമ്മ നേർച്ച പറഞ്ഞ ഇതാണ്, ഒരു ആനയെ വാങ്ങിച്ച് നടക്കിരുത്തിക്കോളാം. എന്തിനു വേണ്ടി? കണ്ണനെ കാണാൻ. ഇവിടെ വാഴുന്നത് ആരാണ് എന്നൊന്ന് അറിയണം, അതാണ് ആഗ്രഹം. ആഗ്രഹത്തോടുകൂടി വന്നു അറിയിച്ചു, ഇങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു. ആ ശരി, സമയമാകുമ്പോൾ അറിയിച്ചോളാമെന്ന് ഞാനും പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് പോയി രാത്രി കിടന്നുറങ്ങി. ഏതാണ്ട് വെളുപ്പാങ്കാലമായപ്പോ അമ്മ കിടക്കുന്ന കട്ടിലിന്റെ ആലോചിച്ച് ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കാം. ചിൽ 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 എന്നിങ്ങനെ കേൾക്കുക. അപ്പൊ ആദ്യം സ്വപ്നമായിരിക്കും. അപ്പൊ പിന്നെ പതുക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിപ്പോണ്ട് അപ്പൊ ഒരു ഓടക്കുള്ളിലൊക്കെ പിടിച്ചോണ്ട് ഒരാളിങ്ങനെ കട്ടിലിന്റെ ആലോചിച്ച് കിടന്ന് ഓടുക. തുള്ളിക്കളിക്കുന്ന കണ്ണന്റെ കളി കണ്ടാൽ മതി വരുകില്ല. തുള്ളിക്കളിക്കുന്ന കണ്ണന്റെ കളി കണ്ടാൽ മതി വരുകില്ല. കയറുവേനിയൻ കായത്തിനുള്ളിൽ കളിയാടിക്കുന്നു. കളിക്കുന്ന കണ്ണന്റെ കളി കണ്ടാൽ മതി വരുകില്ല. കയറുവേനിയൻ കായത്തിനുള്ളിൽ കളിയാടിക്കുന്നു. കണ്ണ് തുറന്നു നോക്കി, കണ്ണ് അടച്ചു നോക്കി, എങ്ങനെ നോക്കിയിട്ട് ഇത് കാണുന്നുണ്ട്. ഇങ്ങനെ ചുറ്റിക്കറങ്ങി തുള്ളി കളിച്ചിട്ട് നടക്കുക. അപ്പൊ അങ്ങനെ നേരം ഒന്ന് വെളുക്കാൻ കാത്തിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഒരു വലിയ പൂക്കട കയറി വലിയ കൊട്ട നിറച്ച് മുല്ലപ്പൂ അങ്ങ് വാങ്ങിച്ചു. ഇങ്ങോട്ട് വന്ന് അപ്പൊ ഞാൻ ഈ വരാന്ത ഇരിക്കുക. അവിടെ കൊണ്ടുവന്ന് എന്റെ തലവഴിയേ വാരി അങ്ങ് ഇടുക. എന്താ 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 ഇത്, എന്തുവാ എന്തുവാ ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുക. പൂവാരി അങ്ങ് ഇടുക. എന്താ കരഞ്ഞോണ്ട് പൂവാരി അങ്ങ് ഇടുക. കണ്ടേ ഞാൻ എൻ ഗുരു രൂപം, എന്റെ ആത്മാവിൽ വാഴുന്ന പൂർണ്ണസ്വരൂപം, പൂർണ്ണസ്വരൂപം. കണ്ടേ ഞാൻ ഗുരുരൂപം, കണ്ടേ ഞാൻ ഗുരുരൂപം, എന്റെ ആത്മാവിൽ വാഴുന്ന പൂർണ്ണസ്വരൂപം, പൂർണ്ണസ്വരൂപം. കണ്ടേ ഞാൻ ഗുരുരൂപം. കണ്ണുനീരോടെ പാദത്തിൽ അങ്ങ് വീണു. അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പൊ അന്ന് ആദ്യം ആനയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു 10,000 രൂപയും തന്നിരുന്നു. അന്നൊരു 100 രൂപ നോട്ട് പോലും തികച്ചു കാണാത്ത സമയത്താണ്. അന്ന് അമ്മ ധനികയാണ്. അപ്പൊ അത് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടാണ് പോയത്.
അപ്പോൾ സരസ്വതിയമ്മയെ വിളിച്ചു, അതിന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ അത് തൊട്ടില്ല, അതുപോലെ വെച്ചിരിക്കുക. അപ്പൊ കണ്ടല്ലോ അല്ലേ, കണ്ടേ, എന്നാ ഞാൻ മേടിച്ച് അത് അയ്യോ അത് ഞാൻ ഭഗവാനെ ആനയെ മേടിക്കാൻ വേണ്ടി കൈ വെക്ക്, എനിക്ക് ആനയൊന്നും വേണ്ട, ഭക്തിയോടുകൂടി അങ്ങ് നന്ദിപ്പെട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് പറ്റത്തില്ല, അത് ഭഗവാൻ ആനയെ മേടിക്കണമെന്ന് നിർബന്ധമായി. കാരണം കണ്ടു കഴിയുമ്പോൾ പിന്നെ ബന്ധം വേറെ ലെവലിലാണല്ലോ. അപ്പോൾ പിന്നെ ഭഗവാനും ഭക്തരുമായിട്ടുള്ള ആ ബന്ധം എന്ന് പറയുന്നത് പിന്നെ നിർബന്ധമായ ആ ഒരു ചുറ്റുപാടിലേക്ക് മാറി. ഭഗവാൻ ആനയെ മേടിച്ചേ പറ്റൂ എന്നായി. പറഞ്ഞു ഇപ്പം അമ്മയെ അങ്ങനെ അല്ല, ഇപ്പം നമുക്ക് ആനയെ നിർത്താനുള്ള സൗകര്യം പിന്നെ ഞാൻ വാങ്ങിച്ചോളാം ഒരു സമയത്തെന്ന് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്തു. അമ്മയുടെ കയ്യിൽ നിന്നല്ലെങ്കിലും നമ്മൾ ആനയെ വാങ്ങിച്ചു, 3 ആനയെ വരെ വാങ്ങിച്ച് ഒന്നിച്ച് നിർത്തിയിട്ടുണ്ട്. അത് ശബ്ദങ്ങൾ ഇങ്ങനെ പ്രകൃതി കൂടി പല വിധത്തിൽ നടക്കും. അപ്പം അന്ന് വാങ്ങിച്ചില്ല. എന്നിട്ടും അമ്മയ്ക്ക് ആ നിർബന്ധമായി. അമ്മ പിന്നെ സ്വർണത്തിൻ്റെ ഒരു വാച്ച് വാങ്ങിച്ച് അമ്പൂരിയിലേക്ക് കൊടുക്കും. അപ്പോൾ അത് വാങ്ങിച്ച് സന്തോഷമായിട്ടെല്ലാം തൃപ്തിപ്പെട്ടു. പക്ഷേ ഈ അമ്മ പിന്നെ ഒരു ക്ഷേത്രത്തിലും പോകത്തില്ല, ഒരു ക്ഷേത്രത്തിലും പോവുകയില്ല. അപ്പൊ സഹോദരിമാരെല്ലാം ഇങ്ങനെ നേരത്തെ അമ്മ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഇവിടെ വന്നില്ല. അപ്പൊ അവരെല്ലാം കൂടെ വന്ന് വിളിച്ചു, ചേച്ചിയും കൂടെ ഒന്ന് വരണം, നമുക്ക് കുടുംബക്ഷേത്രങ്ങളിലെല്ലാം ഒന്ന് പോയി, ഇപ്പോൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ വരത്തില്ല, ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടു, ഇനി ഞാൻ ഒരു ക്ഷേത്രത്തിലും വരത്തില്ല. പറഞ്ഞു അങ്ങനെയല്ല, ചേച്ചിയും കൂടെ വന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയില്ല, വന്നാലേ പറ്റൂ, കുടുംബത്തിലെ മൂത്ത ആളല്ലേ വരണമെന്നൊക്കെ പറഞ്ഞു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഓരോ ക്ഷേത്രത്തിൻ്റെയും മുമ്പിൽ ചെല്ലുന്ന അവർ ഓരോ പൂജകളൊക്കെ ചെയ്യും. ഈ അമ്മ ഇറങ്ങത്തില്ല, വണ്ടിയെ തന്നെ ഇരിക്കും. അപ്പോൾ ഇവരുടെ നിർബന്ധത്തിന് പോയതില്ല, ഇഷ്ടമല്ല. കാരണം ഇത് കണ്ടല്ലോ, എന്തുവാ ഈ നടക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ വേറെ ഒന്നിനോടും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി അവരോരോ പൂജകളൊക്കെ ചെയ്യാം. എല്ലാം കഴിഞ്ഞ് 1-2 ദിവസത്തെ പര്യടനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ ഉള്ളിലൊരു ചിന്ത, ഒരു കുറ്റബോധമാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടിട്ട് ഇതിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊരു കുറ്റബോധം ഉള്ളിൽ. അപ്പം ആ കുറ്റബോധം മാറ്റാൻ വേണ്ടി വീണ്ടും ഭഗവാൻ അവിടെ എഴുന്നള്ളി. ആ അമ്മയ്ക്ക് കൊടുത്ത ദർശനം എന്താണെന്നറിയൂ? ഇതുപോലെ സർവാഭരണ വിഭൂഷിതനായി കിരീടവും ചാർത്തിക്കൊണ്ട് ഈ അമ്മ പോയ എല്ലാ ക്ഷേത്രത്തിൻ്റെയും മുന്നിൽ 2 കൈയും നീട്ടി ഇവർ വെച്ചു കൊടുത്ത പൂജകളും നേദ്യങ്ങളും ദക്ഷിണകളും എല്ലാം ഭഗവാൻ തന്നെ വാങ്ങിക്കുന്നതാണ് കണ്ടത്. ഗുരുപൂജയല്ലാതെ ഒരു പൂജയെന്നില്ല, അതിന്റെ ആവശ്യമുണ്ടോ? കാണേണ്ട രൂപത്തെ കണ്ടു കേട്ടി എന്റെ കാതലായ വേദമോദി നിന്റെ ആത്മരൂപത്തെ നിന്നിൽ തെളിയിക്കുവാൻ കരുണാവാരിധി കലിയുഗത്തിൽ കൽക്കിയായി വാഴുമ്പോൾ തിരുപ്പാദത്തിലങ്ങ് ഭജിച്ചാൽ മതി, അനുസരണയോടുകൂടി ജീവിച്ചാൽ മതി, ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചൊരുങ്ങാം, എന്നും സന്തോഷിക്കാൻ, എന്നും ആനന്ദിക്കാൻ, എന്നും സമൃദ്ധമായ സമ്പന്നമായ ജീവിതം നയിക്കുവാൻ.
അകവും പുറവും സമ്പന്നമായിരിക്കുവാൻ അകതാൽ ഉരുവായ ശുഭാനന്ദ ഗുരുരൂപം അറിയിച്ച അറിവിനെ പാലിച്ച് ജീവിക്കാം. ഉത്രാട പൂജ വെച്ച് ഗുരുവും ശിഷ്യനും കൂടി എന്റെ ഭവനത്തെ സന്ദർശിക്കുന്നു എന്ന വിശ്വാസത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ജഗദീശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി തരട്ടെ. ലോകരീതിയിൽ നടക്കുന്ന പല ആഘോഷങ്ങളും നമ്മളും ആഘോഷിക്കുന്നു. ഒരിക്കലും അത് ആഡംബരങ്ങൾക്ക് വിധേയപ്പെടരുത്. ആവശ്യങ്ങൾക്ക് മാത്രം വിധേയപ്പെട്ടുകൊണ്ട് മിതമായ നിലയിലെല്ലാം ഒരുക്കി, എന്നാൽ ഹൃദയം കൊണ്ട് വളരെ സമ്പന്നമായി ഒരുക്കി നമുക്കൊന്നിച്ച് ഓണം ആഘോഷിക്കാം. ഒരേ ചിന്തയോടുകൂടി ഒരേ അറിവിൽ നിന്നുകൊണ്ട് ഒരേ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ആ ഉന്നതമായ മാവേലി ഭരിച്ച നാട് നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റും. ഭേദബുദ്ധിയില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്ന് എന്ന അവസ്ഥയിൽ എത്തുന്ന ആ അവസ്ഥ ആത്മാവിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ആത്മനാഥൻ നൽകുന്ന അറിവ് ആത്മാവിൽ ഭവിക്കണം. നമ്മുടെ ഭഗവാൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? ആത്മാക്കളെ വരും ഒന്നു തന്നെ ഏകോപിച്ചിടുമ്പോൾ ഒന്നു തന്നെ. അപ്പോൾ ഏകമായ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ഏകോപിച്ച് ഉത്രാട പൂജ ഒരുക്കി ഗുരുവിനെ സ്വീകരിക്കാം. സ്വദേശത്തും ഈ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലും ഭാരതത്തിന് വെളിയിലുള്ള രാജ്യങ്ങളിലും അന്നേ ദിവസം ഒരുക്കുകൾ വെച്ച് എന്റെ സന്താനങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും എഴുന്നള്ളുവാൻ ഞാനും എന്റെ ദൂതന്മാരും ഇതാ ഒരുങ്ങി നിലകൊള്ളുകയാണ്. ആ എഴുന്നള്ളത്ത് നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. ദുരിത ദുഃഖങ്ങളില്ലാത്ത ആ ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ആ സർവശക്തിയും ദൂതന്മാരും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ പരമഭാഗ്യം ലഭിച്ച നിങ്ങളെല്ലാം ഞാൻ വീണ്ടും ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. ഇന്നേ ദിവസം സത്യം സ്വീകരിച്ചവരെ ഇതിൽ കൂടി ജീവിതം ചെയ്ത ആനന്ദത്തിൽ എത്തുവാൻ ഞാൻ പ്രത്യേകം കരുതുകയാണ്. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. ഉന്നതമായ ഈ ഓണം എല്ലാവർക്കും സന്തോഷമായി ഭവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. മഹനീയമായ ആദർശത്തിന്റെ വിളംബരമായി നിർമ്മിക്കുന്ന ശുഭാനന്ദ തപോ ശതാബ്ദി സ്മാരക ഗോപുരം അത് ഹൃദയ ഗോപുരമാണ്, ആദർശ ഗോപുരമാണ്, ചൈതന്യ ഗോപുരമാണ്, തപശക്തി ഗോപുരമാണ്, ശുഭാനന്ദ മഹാജയ ശക്തി ഗോപുരമാണ്. അത് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ മഹനീയമായ ഗുണവിശേഷങ്ങളെ അതിലേക്ക് ചേർത്തുകൊണ്ട് മഹാശക്തി പൂർത്തീകരിച്ചു തരുവാൻ നമുക്കൊന്നായി പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിലേക്കായി ഒരു മഹാതപസ്സിനെ സ്വീകരിച്ചു നിലനിർത്തിയിരിക്കുന്നു. ആത്മദീപത്തെ ആരോഗ്യ സൗഖ്യത്തോട് സർവശക്തി എന്നും കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഓരോ ശില്പികളെയും എന്റെ ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ആ വാർഷികാഘോഷങ്ങൾ വളരെയേറെ ബന്ധനങ്ങളുള്ള ഒരു സ്ഥലത്ത്, ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ട് വളരെ കർശനമായ ആ ഒരു ടൗണിലാണ് നടത്തിയത്. ശബ്ദമുയർത്തിയാലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെയേറെ നിബന്ധനകളുള്ള സ്ഥലമായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ അതെല്ലാം ഒരുക്കി എല്ലാം നടത്തുവാൻ നേതൃത്വം കൊടുത്ത സന്യാസിമാരെയും ഭക്തജനങ്ങളെയും
അതിൽ ജനങ്ങളെയും പോയി പങ്കെടുത്തത് വൻപിച്ച വിജയമാക്കി തീർത്ത എന്റെ ഭക്തസന്താനങ്ങളെയും അതിൽ പോയി പങ്കെടുത്ത് വമ്പിച്ച വിജയമാക്കി തീർത്ത എല്ലാം ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഐശ്വര്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ ഐശ്വര്യത്തിനായി ഇനി നമുക്ക് ഓതറ ശാഖാശ്രമത്തിന്റെ വാർഷികം അടുത്തു വരികയാണ്. ഓതറ ശാഖാശ്രമത്തിന്റെ വാർഷികം അടുത്തു വരികയാണ്. കോട്ടയം ചൂട്ടുവേലി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ് സെപ്റ്റംബർ 5-ാം തീയതി. കോട്ടയം ചൂട്ടുവേലി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ് സെപ്റ്റംബർ 5-ാം തീയതി. ഓതറയിലേത് 9-ാം തീയതിയാണ്. ഓതറയിലേത് 9-ാം തീയതിയാണ്. എല്ലാം ഉന്നതമായി നടത്തുവാൻ ഉന്നതനാകുന്ന ദൈവം അവിടെ എഴുന്നള്ളി വാഴുമാറാകട്ടെ. എല്ലാം ഉന്നതമായി നടത്തുവാൻ ഉന്നതനായ ദൈവം അവിടെ എഴുന്നള്ളി വാഴുമാറാകട്ടെ. കഴിയുന്നിടത്തോളം ഭക്തജനങ്ങൾ പോയി അതെല്ലാം പങ്കെടുത്ത് വിജയിപ്പിക്കുക. കഴിയുന്നിടത്തോളം ഭക്തജനങ്ങൾ അവിടെല്ലാം പോയി പങ്കെടുത്ത് വിജയിപ്പിക്കുക. ശുഭാനന്ദ നാമത്തിലല്ലാതെ ആത്മമോക്ഷം മറ്റെങ്ങുമില്ല എന്നുള്ള പരമസത്യം ആത്മലോകം അറിയുമാറാകട്ടെ. ശുഭാനന്ദ നാമത്തിൽ അല്ലാതെ ആത്മമോക്ഷം മറ്റെങ്ങുമില്ല എന്നുള്ള സത്യം ആത്മലോകം അറിയുമാറാകട്ടെ. അതിനുള്ള പ്രചാരകന്മാരായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തെ ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. അതിനുള്ള പ്രചാരകന്മാരായി തീരുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ജഗദീശ്വരൻ ഓരോ ദീപസ്തംഭങ്ങളായി ഓരോ മഹാഗോപുരങ്ങളായി നിങ്ങൾ ഉയർന്നു വരുമാറാകട്ടെ. ഓരോ ദീപസ്തംഭങ്ങളായി ഓരോ മഹാഗോപുരങ്ങളായി നമ്മൾ ഉയർന്നു വരുമാറാകട്ടെ. അതിനുവേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുവാനും ആനന്ദിപ്പിക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും മഹാശക്തി എന്നും വാഴണമേ എന്ന് ഉറ്റു പ്രാർത്ഥിക്കുക. മഹാശക്തി എന്നും വാഴണമേ എന്നും കാണുവാൻ പ്രാർത്ഥിക്കുക. എന്നും വാഴ്ത്തുവാൻ പ്രാർത്ഥിക്കുക. എന്നും സ്തുതിക്കുവാൻ വേണ്ടി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുക. സർവശക്തി വാഴുവാനാകട്ടെ. മതിവരുമോ കണ്ണാ നിന്നുടെ കളിയാട്ടം, മതിവരുമോ കണ്ണാ നിന്നുടെ കളിയാട്ടം, മതിവരുമോ കണ്ണാ നിന്നുടെ കളിയാട്ടം, മതിവരുമോ കണ്ണാ നിന്നുടെ കളിയാട്ടം, കളങ്കമറ്റാത്മാക്കൾ കാണുന്നു കണ്ണനെ, മതിവരുമോ കണ്ണാ